ഹലോ, വെൽക്കം ടു ത്രെഡ്സ് വേൾഡ്. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞൊരു വീഡിയോയിൽ ടോപ്പിൻ്റെ തന്നെ പുതിയ മോഡൽ എങ്ങനെ ആക്കാം എന്നുള്ളതിൻ്റെ കട്ടിംഗ് പാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ സെൻറ്റർ ഭാഗത്തിൻ്റെ രണ്ട് ഭാഗത്തും ബോർഡർ വെച്ച് കൊടുക്കാം. മെയിൻ പീസിൻ്റെ നല്ല വശത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കണം വെച്ച് കൊടുക്കുന്ന പീസ് ആദ്യം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി. അതിനുശേഷം തിരിച്ചിട്ട് ആ ഒരു ലൈന് കറക്റ്റായി വരുന്ന രീതിയിൽ വേണം മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി. അതായത് ബോർഡറിൻ്റെ ഭാഗമാണ്, അപ്പോൾ കറക്റ്റായി കിട്ടുന്നത് പോലെ വേണം വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി. ഇനി അതിൻ്റെ സൈഡ് ഭാഗത്ത് കൂടെയും ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റൊരു ഫ്രണ്ട് ഭാഗത്തിൻ്റെ പീസും ചെയ്തെടുക്കാം. ഇനി ഫ്രണ്ട് ഭാഗത്തേക്ക് അതിൻ്റെ ഓരോ ഭാഗവും വെച്ച് പ്ലീറ്റ് കൊടുത്ത് ജോയിൻ ചെയ്യാം. ഇതുപോലെ മറ്റൊരു ഭാഗത്തും കൊടുക്കുക. അപ്പോൾ രണ്ട് ഭാഗവും സെൻറ്റർ ഭാഗത്താണെന്ന് ഉറപ്പ് വരുത്തുക. ഇനി ഉള്ളിലേക്ക് വെക്കേണ്ട ഒരു ബ്ലാക്ക് പീസ് ഉണ്ട്, അതാണിപ്പോൾ കൊടുക്കുന്നത്. ആ ഒരു പീസിന് പ്ലീറ്റൊന്നും ആവശ്യമില്ല. അതേപോലെ ഫ്രണ്ട് ഭാഗത്ത് മാത്രമാണ് ഈ ഒരു പീസ് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ മേലെ കൂടെയും ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇത്രയാണ് ഫ്രണ്ട് ഭാഗത്തിൻ്റെ. ഇനി ബാക്ക് വശത്തിൻ്റെ പ്ലീറ്റ് വെച്ച് ജോയിൻ ചെയ്യാം. ഇവിടെയും നേരത്തെ ചെയ്തതുപോലെ മേലെ കൂടെ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കാം.
അടുത്തത് സ്ലീവിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇവിടെ സ്ലീവിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരു നാട വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് അതിൻ്റെ കൈയുടെ ലെങ്ത്ത് കുറച്ച് അധികം ഉള്ളത് മുറിച്ചത് തന്നെയാണ് ഇവിടെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ 4 വശവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ 2 ഭാഗമായിട്ടാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ 2ആയി കട്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ 2 സൈഡും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ആ ഒരു സ്ലീവിൻ്റെ താഴെ ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം വേണം ഈ പീസ് സെൻറ്റർ ഭാഗത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഇതുപോലെ സെൻറ്റർ ഭാഗത്ത് വെക്കുക. അതിനുശേഷം മേലെ കൂടെ ആദ്യം നടുഭാഗത്ത് കൂടെ വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി. അതിനുശേഷം 2 സൈഡ് ഭാഗത്തും സ്റ്റിച്ച് ചെയ്യുക. ഇനി അതിൻ്റെ ഉള്ളിൽ കൂടെ ഇടാൻ വേണ്ടി ഒരു ബ്ലാക്ക് കളറിൽ നാട സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതേപോലെ അതിൻ്റെ താഴെ ഭാഗത്ത് ജസ്റ്റ് ഒരു ചെണ്ട് പോലെ വെക്കാൻ വേണ്ടി ചെറിയൊരു പീസും കൂടെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. മറ്റൊരു ചെണ്ടിൻ്റെ ഭാഗം അതിലേക്ക് ഇട്ടതിന് ശേഷം ചെയ്യാം. അപ്പോൾ അതിനു മുൻപായി അവിടെ ഫുള്ളായി സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. ആ ഒരു ഭാഗം ഒന്ന് കഴിച്ചെടുക്കുക. ഇനി ഒരു പിന്നോ മറ്റു മൊട്ടുസൂചി എന്തെങ്കിലും വെച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം.
അതിനുശേഷം അതിൻ്റെ ചെണ്ടിൻ്റെ ഭാഗം ഫിനിഷാക്കാം. അപ്പോൾ ഇത്രയാണ് സ്ലീവിൻ്റെ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ മറ്റൊരു സ്ലീവും ചെയ്തെടുക്കാം. ഇനി ബ്ലാക്ക് പീസിൻ്റെ താഴത്തെ ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരേ നൂലുള്ള ഭാഗം ആദ്യം ചെയ്തെടുക്കുക എന്നുള്ളത് കൊണ്ടാണ്. ഇനി രണ്ട് സ്ലീവും ജോയിൻ ചെയ്ത് എടുക്കാം. സ്ലീവിൻ്റെ ഭാഗം ജോയിൻ ചെയ്യുമ്പോൾ ആദ്യം സെൻറ്റർ ഭാഗത്തു നിന്ന് ഒരു ഭാഗം ചെയ്തതിന് ശേഷം മറ്റൊരു ഭാഗം ചെയ്തെടുക്കുക. ഇനി രണ്ട് ഭാഗവും ജോയിൻ ചെയ്യുക. അതിനുശേഷം താഴത്തെ ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യമില്ലാത്ത ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം താഴത്തെ ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ ബ്ലാക്ക് പീസ് ഒരുമിച്ച് കൂട്ടേണ്ടതില്ല, സെപ്പറേറ്റ് ആയി വേണം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സ്റ്റിച്ചിങ് വീഡിയോ. അപ്പോൾ ഈ ഒരു ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിനെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം.